മൊബൈൽ അടുത്തുണ്ടാവും. അതിനെ മേ ബി ഒരു ബുക്കൊക്കെ വെച്ച് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത്, പഠിക്കാനിരിക്കുന്ന സമയത്ത് വെച്ചിരിക്കുമ്പോ മൊബൈൽ ഫോണില് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുമ്പോ അതിലേക്ക് കിടക്കും അല്ലെ. നമ്മുടെ ഫോണില് യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മാറി മാറിപ്പോയി നമ്മുടെ കുട്ടികൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പൊ ആർക്കൊക്കെ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള എല്ലാ പാരന്റും മേ ബി എല്ലാവരും കൈ പൊക്കുന്നുണ്ടാവും അല്ലെ. മാം സുഖാണോ? മാമിന്റെ മക്കൾ എന്നാ പറയുന്നു? ഞാൻ ഇവിടെ IIT-ലാണ്, ഞാനിപ്പോ MBBS പഠിക്കുന്നു. 12 കുട്ടികളെ MBBS ഇപ്പം പഠിക്കുക. ഞാനൊരു കാര്യം, ആ ഒരു ഹ്യൂമൻ ടച്ച് ആണ് നമ്മൾ നിങ്ങൾക്ക് മെന്റർഷിപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ വി ക്രിയേറ്റഡ് ദിസ് എക്സ്പീരിയൻസ് ടീം. ഹായ് ഓൾ. സോ മൈസെൽഫ് ലതീദ നസ്രീൻ. ഞാൻ XNYയുടെ നിങ്ങളിപ്പോൾ കേട്ട പോലെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസറാണ്. സോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാനിവിടെ ഒരു പാരൻ്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൺസേൺസ് നിങ്ങളോട് പാരൻസ് ആയിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് കൺസേണോടുകൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതേപോലെ ഒരു 10 വയസ്സുള്ള ഒരു മകനുള്ള ഒരു പാരൻ്റാണ് ഞാനും. നമ്മളുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലേ. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ കാണുന്നത്, പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ മൊബൈൽ അടുത്തുണ്ടാവും. അതിനെ മേ ബി ഒരു ബുക്കൊക്കെ വെച്ച് പഠിക്കാനിരിക്കുന്ന സമയത്ത് പുസ്തകം തുറന്നു വെച്ചിരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുമ്പോൾ അതിലേക്ക് കിടക്കും അല്ലേ. പിന്നെ അതിനുശേഷം പുസ്തകത്തിലെ പേജ് അവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ ഫോണിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മാറി മാറിപ്പോയി നമ്മുടെ കുട്ടികൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും. ഇതെല്ലാം നമ്മളെല്ലാം ഇപ്പം ആർക്കൊക്കെ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള എല്ലാ പാരന്റും മേ ബി എല്ലാവരും കൈ പൊക്കുന്നുണ്ടാവും അല്ലേ. സോ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു മദർ എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ടീമിനെ ലീഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുമ്പോൾ ആസ് എ പാരൻറ്റ് നമ്മുടെ അടുത്ത് 3 കൺസേൺസ് ആണുള്ളത് അല്ലേ. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ കൂടെ ഇനഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു കൺഫ്യൂഷൻ. യെസ്. സോ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റുഡൻസിൻ്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അവർ ടോട്ടലി അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ ജീവിച്ച ഒരു സാഹചര്യമല്ല ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഉള്ളത് അല്ലേ. അവർക്ക് ഫുൾ ഡിസ്ട്രാക്ഷൻ അറ്റ്മോസ്ഫിയർ ആണ്. എന്ത് പറഞ്ഞാലും എപ്പോഴും ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഒരു ക്ലിക്കിൻ്റെ അടുത്താണ് അവർക്കുള്ളത്. നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇനി നമ്മൾ പാരൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, നമ്മളും വളരെ ബിസിയാണ് അല്ലേ. നമുക്കും സമയമില്ല, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അതുപോലെ തന്നെ വീട്ടിലെ ഓഫീസിലെ ഡെഡ് ലൈൻസ്. ഇപ്പം നമ്മൾ പാരൻസ് ആണെങ്കിൽ ഇപ്പോൾ 2 പേരും വർക്കിംഗ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം മെജോറിറ്റി ഓഫ് ദ വീട്ടിലും അല്ലേ. സോ 2 പേരും വർക്ക് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ പാരൻസും ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എവിടെയോ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവരെ ഫോളോ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇവരെ ഒന്ന് മെൻറ്റർ ചെയ്യാനും ഒക്കെ ഒരു ആൾ കൂടെ വേണം എന്നുള്ളൊരു ഫീല് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ നിൽക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളുടെ എന്തും ഒരു ക്ലിക്കിന് അകത്ത് നിന്ന് നമുക്ക് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓൺലൈനിൽ ഇത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടും മാർക്ക് കിട്ടുന്നില്ല എന്ന് നമ്മുടെ പാരൻസ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തോ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ എക്സ്പീരിയൻസ് ടീം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ ഒരു മെൻറ്റേഴ്സ്, ഇപ്പം എൻ്റെ 2 സൈഡായിട്ട് നിൽക്കുന്ന ഈ ഒരു മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഇവരുടെ ഒരു ഫുൾ ടൈം ജോബ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെ ടീമായിട്ട് നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആസ് എ പാരൻറ്റ്, അതേ ഒരു ജേർണിയിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന മെൻറ്റേഴ്സാണ് നിങ്ങൾക്കിവിടെ ചുറ്റും കാണാൻ പറ്റുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. സോ ആ ഒരു ജേർണിയിൽ ആസ് എ പാരൻറ്റ്
നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ടീം നമ്മൾ ഡിസൈൻ ചെയ്തത് അതിൻ്റെ ഒരു ബേസിലാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു കെയറിങ് അഡൾട്ട്, ഒരു പാരൻറ്റിനേക്കാൾ ഉപരി ഒരു കെയറിങ് അഡൾട്ട് കൂടെ നമുക്ക് വേണം. അതായത് ഇപ്പം നമ്മളുടെ ഒരു ചെറുപ്പകാലത്തിൽ നമുക്ക് ആരെങ്കിലും മേ ബി ഒരു ട്യൂഷൻ ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു അങ്കിളോ ആൻറ്റിയോ ആരെങ്കിലും ആയിരിക്കാം. നമ്മുടെ പാരൻ്റ് അല്ലാതെ നമ്മളെ ഗൈഡ് ചെയ്ത ഒരാളുണ്ടാവും. അങ്ങനെ എത്തുന്ന ആൾക്കാരാണ് കൂടുതൽ നന്നായിട്ട് അക്കാഡമിക്സിലൊക്കെ പെർഫോം ചെയ്തതായിട്ട് കാണുന്നത്. റിസർച്ചേഴ്സ് സ്റ്റഡീസ് അനുസരിച്ച് നമുക്കൊരു എക്സ്ട്രാ ഒരു സപ്പോർട്ട്, പാരൻ്റ് അല്ലാത്ത ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു ഹയർ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ എത്തുന്നത്. സോ ആ ഒരു കെയറിങ് അഡൾട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു മെൻറ്റേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മെൻറ്റേഴ്സ് മാത്രം പോരാ അല്ലേ, അതിൻ്റെ ഒപ്പം ടീച്ചേഴ്സും വേണം, പാരൻസും വേണം അല്ലേ. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിളാണ് നമ്മുടെ സ്റ്റുഡൻസിന് ചുറ്റും ഉണ്ടാവേണ്ടത്. അവരുടെ ഒരു ഭാവി സുരക്ഷിതമാക്കേണ്ടത് നമ്മൾ 3 പേരും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എക്സ്-എൻ-വൈയുടെ ഒരു മോഡലിൽ ഞാൻ പറയാം നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഒരു മെൻറ്റർഷിപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ജസ്റ്റ് ഒരുപാട് NITians-ഉം IITians-ഉം ഡോക്ടേഴ്സും ഒക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സസ് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എക്സാംസ് ഉണ്ട്, പിന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് വരുന്ന യൂണിറ്റ് ടെസ്റ്റുകൾ. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ഒരു കണ്ടൻ്റാണ്. പക്ഷേ ഈ കണ്ടൻറ്റിൻ്റെ കൂടെ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിലാണ് ഓൺലൈൻ ലേണിംഗ് എപ്പോഴും ബെസ്റ്റ് ആവുള്ളൂ. ആ ഒരു ഹ്യൂമൻ ടച്ചാണ് നമ്മൾ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ വി ക്രിയേറ്റഡ് ദിസ് എക്സ്പീരിയൻസ് ടീം. ആൻഡ് ഈ ഒരു ടീമിൽ ഇവരെല്ലാവരും നിങ്ങളുടെ കുട്ടിയുടെ ഈ ജേണിയുടെ കൂടെ ഉണ്ടാവും. ആൻഡ് അത് ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മെൻറ്റേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറയാം. മേ ബി നിങ്ങളത് സ്ഥിരമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്ത് എക്സാംസ് എഴുതുന്ന രീതിയിലൊക്കെ കോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരും വർക്ക് ഫ്രം ഹോം ആണ് എല്ലാവരും. പക്ഷേ ഇവരുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം കൂടി വളരെ വളരെ ഏബിളായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു ഡാറ്റ നോക്കിക്കൊണ്ട് അവർ അനാലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ലൈവ് അറ്റൻഡൻസും റെക്കോർഡഡ് ക്ലാസ്സസും വീഡിയോസും ഒക്കെ വാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡാറ്റ നമുക്ക് കിട്ടും. അതിൻ്റെ ബേസിൽ നമ്മൾ കുട്ടികളെ മോണിറ്റർ ചെയ്യാണ്ട്. പക്ഷേ അതിനും പുറമെ മേ ബി ഒരു കുട്ടി ചിലപ്പോൾ സൈലൻ്റായി പോകുമ്പോൾ മെൻറ്റർ അവിടെ ഇടപെടും. വീണ്ടും കോൾസ് ചെയ്ത് അവരെങ്ങനെയാണോ അത് പെർഫോം ചെയ്യുന്നത്, അവരെന്തുകൊണ്ടാണ് അവർ ഡ്രോപ്പ് ആയതെന്ന് കൃത്യമായി നോക്കി അവരൊന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെൻറ്റേഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഡാറ്റാ ബേസ്ഡ് ആണ്. പക്ഷേ ഡാറ്റാ ബേസിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെൻറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി റിയൽ ലൈഫിലുണ്ടായ, അതായത് റിയൽ ആയിട്ടുണ്ടായ ഒരു ജേർണീസിലെ കുറച്ച് സ്റ്റോറീസ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന്, ദ സ്റ്റോറി ഓഫ് എ ഡിസപ്പിയറിങ് സ്റ്റുഡൻറ്റ്. അതായത് നമ്മുടെ ഡാറ്റയിൽ എപ്പോഴും ക്ലാസ്സൊക്കെ കാണുന്ന ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ക്ലാസ് ഒന്നും കാണാതെയായി. ഇത് നോട്ട് ചെയ്ത മെൻറ്റർ ഇവരെ വിളിക്കുകയാണ്. പക്ഷെ കുട്ടി കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരു വോയിസ് നോട്ട് വിടുകയാണ്. എന്തു പറ്റി മോനെ, ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ ആ കുട്ടി തിരിച്ച് കോൾ എടുത്തുകൊണ്ട് പറയാണ്, മാം എൻ്റെ പാരൻസ് കസിൻസുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാണ്, എനിക്ക് അതുകൊണ്ട് ഇനി എക്സാം എഴുതണ്ട, ഞാൻ എക്സാം എഴുതുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മെൻറ്റർ അവിടെ കുട്ടിയുടെ മാർക്കോ കാര്യമോ ഒന്നുമല്ല നോക്കുന്നത്, മറിച്ച് ആ കുട്ടി തിരിച്ച് ആ ഒരു ലേണിംഗ് ജേണിയിലേക്ക് നമ്മൾ കുട്ടീനെ തിരിച്ച് കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത്. സോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മെൻറ്റർ പറയണം, മോനെ ഇപ്രാവശ്യത്തെ ഒരു ടെസ്റ്റ് എഴുതി നോക്ക്, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു ടെസ്റ്റ് എഴുതി നോക്ക്. അങ്ങനെ എഴുതുന്ന ആ ടെസ്റ്റിൽ ആ കുട്ടി പറയണം, മാം ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി എക്സാംസ് ഒക്കെ എഴുതിക്കോളാം. അങ്ങനെ തിരിച്ച് ഹീസ് കമ്മിങ് ബാക്ക് ടു സ്റ്റഡീസ്. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ വിജയം. പിന്നെ അതുപോലെ നമുക്ക് വേറെയും കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ഒരു നല്ല കുട്ടിയാണെന്ന് പാരൻസ് പറയുന്ന ഒരു കുട്ടി, പക്ഷേ ക്ലാസ്സുകളിലൊന്നും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ഇൻകംപ്ലീറ്റ് ആണ് എല്ലാം, ടെസ്റ്റുകളൊക്കെ ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. പക്ഷെ കുട്ടി നല്ല കുട്ടിയാണ്, ക്ലാസ്സിൽ ഡൗട്ടൊന്നും പക്ഷേ ചോദിക്കുന്നില്ല, മാർക്സിലൊന്നും വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ മെൻറ്റേഴ്സ് ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അവരെ ഒരു നമ്പറായിട്ടോ നമ്മുടെ റോൾ നമ്പറായിട്ടോ ഒന്നുമല്ല അവിടെ ഇരുത്തുന്നത്, മറിച്ച് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വർക്കും കൂടെ നമ്മുടെ മെൻറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ കുട്ടി പറയണം, എൻ്റെ പാരൻസൊക്കെ ബിസിയാണ് മാം,
അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്തത്. പക്ഷെ പാരൻസ് വിചാരിക്കുന്നത് കുട്ടി നല്ല കുട്ടിയാണ്, നമ്മളൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല എന്നാണ്. പക്ഷെ കുട്ടിക്ക് പാരൻറ്റിന് അവിടെ ആവശ്യമുണ്ട്. പക്ഷെ പാരൻസ് ബിസി ആയതുകൊണ്ട് കുട്ടിയൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. സോ ഈ മെൻറ്റർ പാരൻസിനോടും സംസാരിക്കുകയാണ്. പാരൻസിനോട് വിളിച്ച് പറയണോ ഏതെങ്കിലും ഒരു സൺഡേ എങ്കിലും മോൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യത്തിനേക്ക് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുക. സോ അത് ഒരുപാട് ചേഞ്ചസ് ആ ഒരു ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യണം. അവരുടെ ഒരു ബോണ്ടിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു റിയൽ ഇൻസ്പിറേഷനാണ്. മെൻറ്റേഴ്സിന് തന്നെ ഇങ്ങനത്തെ ഒരു ചേഞ്ചസ് സംഭവിക്കുമ്പോൾ അവരുടെ ഈ ഒരു ജേർണി തന്നെ അവർക്കതൊരു റിയൽ ഇൻസ്പിറേഷനാണ്. ആൻഡ് അതുപോലെ വേറെയും നമ്മുടെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പോൾ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് കുട്ടികൾ ജസ്റ്റ് മേ ബി AI ടൂൾസൊക്കെ ഉപയോഗിച്ച് മിസ്ലീഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവൻ അതും നമ്മൾ നോട്ട് ചെയ്ത് കുട്ടികളെ സൂമിൽ ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ആകെ തുകയായിട്ട് പറയാനുള്ളത്, നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾ അറിയാത്ത രീതിയിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു സിസ്റ്റം ബേസ്ഡ് മാത്രമല്ല, മറിച്ച് ദേ വർക്ക് വിത്ത് ദെയർ ഹാർട്ട്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മെൻറ്റേഴ്സിന് ഒരുപാട് പേർക്ക് അങ്ങനത്തെ റിയൽ കണക്ഷൻസ് കിട്ടാറുണ്ട്. ഈവൻ ഇവിടെ നിന്ന് പോയതിന് ശേഷവും മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നീതു മാമിനൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. ഓൾറെഡി ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ മെൻറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മുടെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന നീതു മാം ഇപ്പോൾ കറൻ്റ്ലി ചീഫ് മെൻറ്ററാണ്. സോ ജസ്റ്റ് ഒരു 2 എക്സ്പീരിയൻസ് പറഞ്ഞ് നമുക്ക്. ഹലോ മാം, എൻ്റെ പേര് നീതു. ഞാൻ എക്സാൻവയുടെ ചീഫ് മെൻറ്ററാണ് കേട്ടോ. എനിക്ക് ഈ ചീഫ് മെൻറ്റർ എന്ന് എന്നെ പരിചയപ്പെടുത്തുന്നതിനെക്കാട്ടി എനിക്ക് ഇഷ്ടം ഞാൻ എക്സാൻവയുടെ ഫസ്റ്റ് മെൻറ്റർ ആയിരുന്നു എന്ന് പറയാൻ തന്നെയാണ്. നമ്മുടെ ലതിത മാം നമ്മുടെ എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും മെൻറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. നമ്മളൊരു കാര്യം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടും ഭയങ്കര ഇഷ്ടത്തോടു കൂടിയും ഭയങ്കര നമ്മൾ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരുമ്പോൾ അതിൽ കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ എക്സാൻവയുടെ മെൻറ്റർഷിപ്പ് എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ എൻ്റെ ജേർണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് മെൻറ്ററാണെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഫസ്റ്റ് ബാച്ച് ഞാൻ ഹാൻഡിൽ ചെയ്ത് 10th സ്റ്റുഡൻസിനെയാണ്. 10th സ്റ്റുഡൻസിൽ എനിക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ അവരെ മെൻറ്റർഷിപ്പ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ അവരെ നമ്മുടെ ഫാമിലി മീറ്റപ്പിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഹായ് എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ എല്ലാവർക്കും അയച്ചത്. കുറച്ച് ചെറിയൊരു ഇൻ്റർവെല്ലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്നെ മറന്നോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നത്. അപ്പോൾ ആ കുട്ടികളുടെ തിരിച്ചുള്ള റിപ്ലൈ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു. മാം സുഖമാണോ, മാമിൻ്റെ മക്കൾ എന്നാ പറയണു, ഞാനിവിടെ IIT-യിലാണ്, ഞാനിപ്പോൾ MBBS പഠിക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഒരു റിപ്ലൈ കണ്ടപ്പോൾ നമ്മുടെ അജ്മൽ സാറും ഷെഫി സാറും ഒക്കെ ഏതൊരു വെബിനാർ എടുക്കുവാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വിഷൻ നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു കോഴ്സ് തുടങ്ങിയേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഈ റിപ്ലൈ കിട്ടിയപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 12 കുട്ടികളെ MBBS ഇപ്പം കറൻ്റ്ലി പഠിക്കുക. ഞാൻ ഈ ഒരു കാര്യം ഞാൻ അജ്മൽ സാറിനോട് ഷെയർ ചെയ്തു. അജ്മൽ സാർ ഇതേപോലെ ഇത്രയും കുട്ടികൾ നമ്മുടെ MBBS പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പം സാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കൂലേ, നമ്മുടെ എക്സാൻവയിലെ കുട്ടികളായിരിക്കൂലേ അവിടുത്തെ ഡോക്ടേഴ്സായിട്ടുണ്ടാവുന്നത്. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ചെറിയൊരു ഗ്രൂപ്പിനെയാണ് ഞാൻ മെൻറ്ററിങ് ചെയ്തത്. അതിൽ തന്നെ ഇത്രത്തോളം റിസൾട്ട് NIT-യിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലും അവർ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കണ്ട സ്വപ്നം, അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്ത ഓരോ മെൻറ്റേഴ്സിൻ്റെ ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് അത്രത്തോളം സാർമാർ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ കുട്ടികളിൽ എത്തി എന്നുള്ളൊരു കാര്യമാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര അധികം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, എൻ്റെ മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് എല്ലാവരുടെയും ഫേസ് ഞാൻ കണ്ടൊരു ഭയങ്കര എല്ലാവരും ഭയങ്കര സൗന്ദര്യമൊക്കെ ഉള്ള ഭയങ്കര പ്രസൻ്റ് ആയിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. അതിനുള്ളൊരു കാരണമാണ് എന്നോടൊരു പാരൻറ്റ് പറഞ്ഞതാണ്, നിങ്ങൾ ഓടി വന്നിട്ട് പറയാം മാമിൻ്റെ സൗണ്ടാണ് വീട്ടിൽ എന്നും എക്കോ പോലെ കേട്ടോണ്ടിരിക്കുന്നത്. ഒരു ദിവസം എപ്പോൾ നോക്കിയാലും മാമിൻ്റെ സൗണ്ടാണ് അവിടെ കേട്ടോണ്ടിരിക്കുന്നത്. ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് മാമിനെ കാണാൻ വന്നേ എന്ന് പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ ഓരോ മെൻറ്റേഴ്സും ലൈവ് അലേർട്ടായിട്ടും അതുപോലെ തന്നെ പെൻഡിങ് ആയിട്ടും മോട്ടിവേഷനായിട്ടും നിങ്ങളുടെ ഓരോ മെൻറ്റേഴ്സും നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് വരുന്ന സമയത്ത് പേരൻസ് തരുന്ന ഒരു സപ്പോർട്ടും എനർജിയും അതൊക്കെ തന്നെയാണ് നമ്മുടെ എക്സാൻവയുടെ മെൻറ്റർഷിപ്പ് ഇത്രത്തോളം സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ട്.
ചില പാരൻസ് പറയുന്നത് മാം പറഞ്ഞാലേ കേൾക്കുള്ളൂ, മാം ഒന്ന് പറയുമോ എന്ന് പറഞ്ഞ് ഒത്തിരി പാരൻസ് പറയാറുണ്ട്. അപ്പം നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് തിരിച്ചു തരുന്ന ഒരു റെസ്പെക്റ്റ്, നമ്മൾ പറയുന്നത് കേൾക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ ഈ ഓരോ മെൻറ്റേഴ്സിൻ്റെ ഫേസിലും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു ഓൾ. ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ആസ് എ പാരൻറ്റ് നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഭംഗിയായി നടത്താൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും കൂടി ഒന്ന് പറയാം. ജസ്റ്റ് നമ്മുടെ മെൻറ്റേഴ്സൊക്കെ ഒന്ന് കോൾ ചെയ്യുമ്പോൾ അവരുടെ കോൾസിനെ ഒന്ന് സീരിയസ് ആയിട്ട് കാണുക. ജസ്റ്റ് അവർ വിളിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് ചോദിക്കുക, എന്താണ് ഇന്ന് മെൻറ്റർ വിളിച്ചിട്ട് പറഞ്ഞത്. വല്ലപ്പോഴും ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഒന്ന് ജസ്റ്റ് അതൊന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു മെൻറ്റർഷിപ്പിനെ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ മെൻറ്റേഴ്സിൻ്റെ കോൾസൊക്കെ ഒന്ന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അതുപോലെ കുട്ടികൾക്ക് വീട്ടിൽ ഒരു പഠിക്കാൻ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സോൺ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എവിടെയെങ്കിലും മൊബൈൽ ഫോണും ടി വിയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനത്തെ ഒരു വിഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആസ് എ പാരൻറ്റ് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ പാരൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്, അല്ലെ അവരുടെ ഒരു ജേർണി ബ്യൂട്ടിഫുൾ ആക്കാൻ. സോ നിങ്ങൾ ഒരു കെയറിങ് പാരൻ്റ് തന്നെയാണ്. മേ ബി പെർഫെക്റ്റ് പാരൻ്റ് എന്നുള്ളത് എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷേ നമ്മളൊരു കെയർ ആണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള ഒരു പാരൻ്റ് തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യം നിങ്ങളുടെ തന്നെ താങ്ക്സ് പറയണം. ആൻഡ് അതുപോലെ വി പ്രോമിസ് ഈ ഒരു ടീം, അതുപോലെ ഓൺ ദി എൻറ്റയർ എക്സാം ടീം ഞങ്ങൾ പ്രോമിസ് ചെയ്യണം നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ഓരോ കാര്യത്തിലും ഗൈഡ് ചെയ്യാൻ നമ്മുടെ മെൻറ്റേഴ്സ് കൂടെ ഉണ്ടാവും. അതുപോലെ മേ ബി ചിലപ്പോൾ ആസ് എ സിസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ വർക്ക് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ ഒരുപാട് വർക്ക് നമ്മളൊന്നും കാണാത്ത രീതിയിൽ ഇവരുടെ എക്സാം ടൈം കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പം ഈവനിങ്ങിലൊക്കെ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാതെ കുട്ടികളെ പാതിരാത്രിക്കൊക്കെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് മെൻറ്റേഴ്സ് പറയാറുണ്ട്. അപ്പം അങ്ങനെയും വർക്ക് ചെയ്യുന്ന ഈ ഒരു മെൻറ്റേഴ്സിന് ഈ ഒരു വേദിയിൽ ഞാൻ ആദ്യം അവരോട് ഒരു ബിഗ് താങ്ക്സ് പറയാണ്. സോ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ടീമിനെ ഇത്രയും ബെസ്റ്റ് ആക്കുന്നത്. സോ ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് ദിസ് ടീം. ആൻഡ് ലാസ്റ്റ്ലി ദ പാരൻസ് ആൻഡ് ദ സ്റ്റുഡൻസ്, നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഇവിടെ നിങ്ങളുടെ കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ചതിനും ഒരുപാട് നന്ദി. Thank you so much.